ഇല്ല, ഞാൻ കാരണം ഒരിക്കലും ആ കുട്ടികൾക്ക് ഒന്നും പറയാൻ പാടില്ല. അവൾ അവിടെ എത്തുന്നതിന് മുൻപ് എനിക്ക് അവരെ അവളുടെ സ്ഥലത്ത് പോയി രക്ഷിക്കണം. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, എനിക്ക് എന്ത് പറ്റിയാലും അവർക്കൊന്നും പറ്റരുത്. എനിക്ക് അത്രയേ ഉള്ളൂ, അത്ര മാത്രം. ഫെയർ എന്തിനാ അവളെ രക്ഷിക്കാൻ പോകുന്നേ? ഇവക്ക് എന്താ അതിന്റെ ആവശ്യം? ഓ, ആ ഡ്രാഗൺ ഫെയർ അവർ എന്തെങ്കിലും ചെയ്തോട്ടെ വെച്ചിട്ടായിരുന്നു. മമ്മി മമ്മി മമ്മി, ഇതൊക്കെ സ്വപ്നമായിരുന്നു മോളെ. ആ ദുഷ്ടമായ ഒരു ഫെയറി, അത് എന്താ ഫെയറി മാം? നല്ലൊരു ഏഞ്ചൽ ഫെയറി ഇച്ചാപ്പീനെ കൊണ്ടുപോയി എന്തിനോ പ്രത്യുപകാരം. മമ്മിക്ക് വട്ടായോ? ഏട്ടത്തിയുടെ കരച്ചിലൊക്കെ മാറിയോ? എന്ത് കരച്ചിൽ? ഓ, ആന്റിയും കുഞ്ഞുമുത്തിയും അവരൊക്കെ അവിടെ ഫുഡ് പാക്ക് ചെയ്യുന്നു. അപ്പൊ അത് ദേവ് കൊണ്ട് കൊടുത്തില്ലേ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ്? ഓലൊക്കെയാണ്. ആ ഇച്ചാപ്പയും ടീമും വന്നിട്ടുണ്ട്. അവര് കാത്തു നിൽക്കാൻ ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ട്. അവർ കാട്ടീന്ന് പോയില്ലേ ഫെയറി ലോകത്തേക്ക്? എന്തൊക്കെയാ മമ്മി പറയുന്നേ? എങ്ങനെ ലോജിക്കുള്ള കാര്യമെന്ന് പറ. അവിടെ ഇച്ചാപ്പി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനാ? ഒരു ഗുണ്ട അവളെ പിടിക്കാൻ വന്നെന്നും അവൾ അയാളെ ഓടിച്ചിട്ട് അടിച്ച് ഓടി പോകുന്നതാണെന്നൊക്കെ പറയുന്നേ. ആ, ഞാനും പോയിരുന്നല്ലോ ഗുണ്ടയുടെ അടുത്തേക്ക്. എന്നിട്ട് അവന് ചീത്ത പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോന്നു. പിന്നെ എപ്പോഴാ? അപ്പൊ ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. എന്നെ മമ്മി എന്നെ അവിടെ കടലേക്ക് വന്നപ്പോ മമ്മി അല്ലേ ഗുണ്ടയോട് സംസാരിച്ചത്? എന്നിട്ട് മമ്മി ഞാനും കൂടെ ഇങ്ങോട്ട് തന്നെ പോന്നു. നമ്മളിങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ അവിടെ തന്നെ നിന്ന് അവർക്കിട്ടൊരു പണി കൊടുത്തു. ആ പണി പാളി ഒരു ഫെയറി അവരെ രക്ഷിച്ചു പോയി. അതൊക്കെയല്ലേ ഉണ്ടായത്. മമ്മിക്ക് പണി പാളിയാൻ ടെൻഷൻ കൊണ്ട് ഇവിടെ ഇരുന്ന് ആലോചിച്ചുണ്ടായതൊക്കെ. മമ്മി അതുവരെ ചിന്തിച്ച് ഇവിടെ ഇരുന്ന് ഉറങ്ങി പോയിട്ടുണ്ടാവും. അതായിരിക്കും മമ്മി അതിന്റെ ബാക്കി എന്ന പോലെ ഫെയറി കഥയൊക്കെ കണ്ടത്. അല്ല, അവരെ ഫെയറി ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന കുടുങ്ങിയിരിക്കുക. അവരെ രക്ഷിക്കാൻ ഇപ്പൊ നല്ലൊരു ഫെയറി പോയിട്ടുണ്ട്. ഹലോ മാഡം. ഫെയറി അതെ, ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് മാലാകയാണ്. നിങ്ങളുടെ പാത്രങ്ങൾ ഇപ്പോൾ കറത്തല്ലേ ഇരിക്കുന്നത്. എന്റെ ഈ പുതിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ പാത്രങ്ങൾ കഴുകൂ, വെട്ടിത്തിളക്കൂ നിങ്ങളുടെ പാത്രങ്ങൾ. മാം, എന്തൊക്കെ പ്രൊഡക്ട്സാ വേണ്ടത്? നിങ്ങളുടെ പാത്രങ്ങളെ വെട്ടിത്തിളക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറെ പ്രൊഡക്ട്സ് വേണ്ടി വരും അല്ലേ? പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട പല സാധനങ്ങളും എന്റെ കയ്യിലുണ്ട് മാഡം. ഞങ്ങൾ തരുന്നത് 75% ഓഫ് ആയിട്ട് ഞങ്ങൾ തരുന്നത്. വെറും 35%-നാണ് ഞങ്ങൾ വിൽക്കുന്നത്. അല്ല, നിന്റെ പേര് ഏഞ്ചൽ അല്ലേ? നോ മാഡം, മൈ നെയിം ഈസ് മേരി. അപ്പൊ ഇവളല്ലേ സ്വപ്നത്തിൽ കണ്ടത്? എന്റെ മമ്മി എന്നെ പൊട്ട സ്വപ്നം കണ്ടെന്ന് കരുതി ലോകത്തുള്ളവരെ തെറ്റിദ്ധരിക്കല്ലേ? നീയാണോ ഫെയറിക്ക് ഉറപ്പാ? ഏത് ഫെയറി മാഡം? ഞാൻ പാവാ, ജീവിച്ചു പോയിക്കോട്ടെ. വീട്ടിലേക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയാ ഞാൻ ഈ തരുന്നത്. അവല് ഫെയറി ആയിരുന്നെങ്കിൽ ഈ നേരത്തെ ഇത് പണം ഉണ്ടാക്കി ജീവിച്ചത്. ഒരു വട്ടി കേസ് ഇങ്ങോട്ട് സാധനം വെക്കാൻ വന്ന എന്നെ പറഞ്ഞു മതിയല്ലോ. എന്റെ മമ്മി ആ ഗുണ്ടി അവിടുന്ന് വഴക്ക് പറഞ്ഞു. നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ലാന്ന്. ഞാനില്ലായിരുന്നു മമ്മി വഴക്ക് പറഞ്ഞത്. എന്നിട്ട് മമ്മി ഇങ്ങോട്ട് പോന്നു. പിന്നെ നമ്മുടെ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അല്ല, അതിനുശേഷം ഞാനും ആ ഗുണ്ടയും കൂടി ഇളക്കണി വെച്ചു. അതിലേക്ക് ഇച്ചാപ്പി തള്ളിടാന്നൊക്കെ പ്ലാൻ ഇട്ടു. എന്റെ മമ്മി അതൊക്കെ മമ്മിയുടെ സ്വപ്നത്തിന്റെ ഭാഗമാ. അതൊന്നും ശരിക്കും നടന്നിട്ടില്ല. അതൊന്നും സംഭവിച്ചത് പോലുമില്ല. നമ്മളെ അയാൾക്ക് അടി കൊടുത്ത് അയാളോട് വീണ് കിടക്കുന്നുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അയാൾ പറഞ്ഞില്ലേ ആ കൊച്ചനെ അടിച്ചെന്നൊക്കെ? ആ മമ്മി പറഞ്ഞു തന്നെ കൊണ്ടൊന്നും നടക്കില്ലാന്ന്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ലേ? പിന്നെ മമ്മി അതിന് പിന്നാലെ പോയിട്ടുണ്ട്. മമ്മി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒക്കെ സ്വപ്നമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചവിടെ കഥ കഴിഞ്ഞു. മമ്മി ഇപ്പൊ വാ. അവരിപ്പോ നാട്ടുകാർ നല്ല കുട്ടികളായി തീരും. അവരൊക്കെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. മമ്മിക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ട് മമ്മി അങ്ങനെ എന്തെങ്കിലും ചെയ്തൂടെ? നമുക്ക് നാട്ടിൽ വേണ്ടായിരുന്നേനെ. അത് ഞാൻ എങ്ങനെയും മുടക്കും. നീ നോക്കിക്കോ, ഒരാൾക്ക് പോലും അവരുണ്ടാക്കി ഫുള്ള് കിട്ടില്ല. അതിനുള്ള പണി എന്റെ കയ്യിൽ. മമ്മീനെ പോയിട്ട് ഒരേ പൊട്ട സ്വപ്നം കൊണ്ട് ഇരിക്കായിരുന്നല്ലോ ഇത്രയും നേരം. പാക്കിംഗ് ഒക്കെ ഇപ്പൊ കഴിയാറായിട്ടുണ്ട്. ഓ, മമ്മിയുടെ സ്വപ്നത്തിൽ പാക്കേജിങ് കഴിഞ്ഞ് ഫുഡും കൊടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ? മമ്മിയുടെ സ്വപ്നത്തില് മമ്മിക്ക് ഇനി അതിനെ പറ്റിയും ചിന്തിക്കട്ടെ. എന്റെ സ്വപ്നത്തിൽ പാക്കിങ്ങും കഴിഞ്ഞു, കൊണ്ടുകൊടുക്കലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കാണാതാവലും കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നൊക്കെ കഴിപ്പിക്കണം. എന്നെ പെട്ടെന്ന് വാ മമ്മി, എന്തെങ്കിലും ചെയ്യ്. അവരിപ്പോ പോക്ക് തുടങ്ങും. ഫുൾ പാക്കിംഗ് ആയോ? ഇല്ല, 10-60 പാക്ക് ഉണ്ടെന്നാ പറഞ്ഞേ. അതൊക്കെ ആക്കുമ്പത്തിന് കുറച്ച് ടൈം എടുക്കും. അതിനുള്ളിൽ മമ്മി ഇതിന്റെ പണിയെപ്പിക്കാൻ നോക്ക്. അവരുണ്ട് ആടിന് പശുവിന് ഒറ്റയ്ക്ക് പോയായിരുന്നു ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത്. അല്ലാതെ അവര് ഫെയറി ലോകത്തേക്കൊന്നും പോയിട്ടില്ല എന്റെ മമ്മി. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞില്ലമ്മ. പാക്കിങ് കഴിഞ്ഞു, സമാധാനം. ഇനി എപ്പോഴാ കൊടുക്കുന്നേ? അതെ, അത് ഞാൻ പറഞ്ഞു കുട്ടികളോട് വെയിലറിയിട്ട് പോവാന്ന്. 4 മണി 5 മണിയൊക്കെ ആയിക്കോട്ടെ. ഇപ്പൊ നട്ടുച്ചല്ലേ, നല്ല വെയിലേക്കാരം. അത് ശരിയാ, ഇപ്പൊ നല്ല വെയിലാ. ഈ വെയിലത്ത് കുട്ടികളെ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാ. അതെന്നെ ഞാൻ അവരോട് പറഞ്ഞത്, വെയിലറിയിട്ട് പോവാന്ന്. ആ കാട്ടു പോയിട്ട് തന്നെ ആകെ കരിവാളിച്ചുകള് കുട്ടികളെ. ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ എടുത്തോടെയും കെട്ടിയാ മതിയെന്ന്. ഒരതിന്റെ ഉള്ളിൽ പോയിക്കണം. ഇവിടെ എത്ര നേരം കഴിഞ്ഞിട്ടാ വന്നേ? അതിന്റെ ഇടയിൽ കൂടി ഗുണ്ടൊക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞു. തള്ളി വിടേക്കാര ഒന്നും സത്യാവൂല. അത് ഞാനും വിശ്വസിച്ചിട്ടില്ല കുഞ്ഞുമുത്ത, ഞാനും വിശ്വസിച്ചിട്ടില്ല. കുട്ടികളെ പറയുന്നൊക്കെ സത്യാവോ? അല്ലേ, ഉസ്മാനി ചാപ്പി മാത്രമാണ് സമ്മതിച്ച്, വേറെ ആരും സമ്മതിക്കണില്ല. അപ്പൊ അതിനർത്ഥം ഓരെന്താണെന്നോണ്ട് പറയാണെന്നല്ലേ? എന്റെ ചാപ്പിനെ വിശ്വസിക്കാനേ പറ്റില്ല. ആ മരത്തിന്റെ ഉസ്മാനെ അവിടെ നിന്ന് വിശ്വസിക്കാത്ത നല്ലത്. ഒക്കെ കള്ളേ പറയൂ. അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പലതും പറയുന്നതാണേ. അത് നമ്മൾ വിശ്വസിക്കാൻ നിൽക്കണ്ട.
അല്ലവളെ എന്നെ നാത്തും പോയെന്നിട്ട് ആ അവള് എന്താ ക്ലേരെ കുട്ടികളുടെ അടുത്തേക്ക് ആക്കാൻ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയിട്ടുണ്ടാവുന്നു. ആ മുതലിനോട് ഞാൻ പറഞ്ഞു തന്നു കാര്യത്തെടുക്കണ്ടട്ടാ. ഞാൻ ഉള്ള മൊത്തൊക്കെയാണ് പറയണ സൈസ് ആയതുകൊണ്ടാണ്. പിന്നെ ഇവളെ അടിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അതിനെ പറ്റി സംസാരിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. വെറുതെ ഇപ്പത്തെ സന്തോഷം കളയണ്ട. അതാ നല്ലത്. അല്ല ഇതിമ ഞങ്ങൾ കൊണ്ടു കൊടുക്കട്ടെ. നീ എപ്പ കൊണ്ടു കൊടുക്കാനാണ്? ഓർക്ക് രാത്രി കിടന്നുറങ്ങിന്റെ തിന്നാനോ? എടാ വെയിലാർട്ടടാ, കുട്ടികളെ തലക്ക് പോകെ. എവിടെ ചാപ്പി? അതാണ് രസം. ഈ ചാപ്പി അങ്ങോട്ടേക്ക് തെറ്റിക്കണേ. എന്തിനാ ഓള് പറഞ്ഞതേ ഞാൻ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. പിന്നെ അതല്ല ഞാനാണാലോ ഓളെ ഒറ്റക്കാക്കിയത്. ഞങ്ങൾ ഓക്കൊരു പ്രാങ്ക് കൊടുത്തിരുന്നു. ഞാനാണ് പ്ലാൻ തുടങ്ങിയത്. അപ്പൊ അതിന് എന്നോട് തെറ്റിക്കണേ. ഇവരോട് പിന്നെ ഓൾ പറഞ്ഞൊന്നും വിശ്വസിക്കാത്തീനു. ആദ്യം ഞങ്ങൾ വിശ്വസിച്ച മേലൊക്കെ കാട്ടി പിന്നെ ഒരു പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഓളെ ആര് പിടിച്ചോണ്ടാവാനാ? അവർക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നത് ആണേ. എന്തായാലും വെയിൽ ആരോഗ്യങ്ങൾ കൊണ്ടു കൊടുത്താൽ മതി. പാത്തിന് മാത്രം കൊണ്ടാവാതെ പോവാനൊന്നും പറ്റില്ല. ഓളത്ത് പോവാൻ നിങ്ങൾ പോയാൽ മതി. അല്ലെ നിങ്ങൾ പെടുത്താനൊന്നും അതിനോട് വരണ്ടേ വല്ലുമ്മ. അവളുടെ വാശിക്ക് നിന്ന് കൊടുക്കൊന്നും വേണ്ട. അവളുടെ വാശി പിടിച്ച് നിൽക്കട്ടെ. ഒരു പോട്ടെ കുഞ്ഞുമത്താ. അതൊന്നും പറ്റൂല. പാവാണ് കുട്ടി. ആ കുട്ടി കുറെ പൊതിച്ചാണ് കൊണ്ടു കൊടുത്താന്. എന്തായാലും വെയിലാട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ പൊതി തരുള്ളൂ. വലിയ സാധനം ഒരു പറഞ്ഞ ശരിയാണ്. നമ്മളെ ചപ്പിനെ കൂട്ടാൻ പോകാൻ പാടില്ല. അത് ശരിയാ, പാവ ചപ്പി. ഇനി നിങ്ങൾ കാര്യം മാറണ്ട. ആദ്യം അവൾ ഒറ്റപ്പെടുത്തിയില്ലേ. എന്റെ കുട്ടികളെ ഇങ്ങനെ തെറ്റലും നടക്കലൊന്നും നല്ലതല്ല. എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കാം. പിന്നെ എപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കാം. ഇല്ല എന്റെ ചക്ക അതല്ല പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല, നല്ലതല്ല. നിങ്ങൾ സൗഹൃദത്തിന് ബാധിക്കൂടാ. വല്യമായ അച്ഛനാടാ തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ കൂടെ കത്തിക്കുത്ത് കളിച്ചായിരുന്നു. കത്തിക്കുത്ത് കളിച്ചെന്ന് നല്ല മൊയ്തേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുണ്ടാതെ നിൽക്കുക. അതിന് ഞങ്ങളെ ഓളല്ലേ ഓളമ്മേനെ പറഞ്ഞു നോക്കുമ്പോ ഭയങ്കര വാശിയാണ്. ഇത് നിങ്ങൾക്ക് എന്തത്ര ഉസ്മാനെ അതിനോട് ഞാൻ പറഞ്ഞിരിക്കണേ വല്യമാരുടെ ഇങ്ങനെ ചെലക്കരുത്. നിങ്ങളിങ്ങനെ കേട്ടുന്നുണ്ടാണേ. നിങ്ങൾ കുട്ടികളെ വരെയൊക്കെ മഴപോട്ട് എടുക്കാൻ നിൽക്കും. നാലാണ്ട് പൊട്ടിക്ക്. അപ്പൊ അത് ശരിയാവും. ഞാൻ പൊട്ടിച്ചാലും വേറ്റ് തൊട്ടില്ല. നിങ്ങൾ കജോണ്ടൻ എടുക്കാണല്ലേ കിട്ടണം. തോട്ടത്തരം പറിച്ച് ഞാൻ എപ്പോ ശരിയായി തരണം. നീലിമ ഒന്ന് പറ. ഇനി വെറുതെ വിടാനി. ആന്റി ഒന്ന് പറ. ഞാരി കാല് കുറിച്ചണ്ട. അന്നെ നമ്മൾ ഇന്ന് തീരുമാനിച്ചു തരാം. ഞങ്ങൾക്കൊന്നും രക്ഷിക്കാൻ പറ്റൂല ഉസ്മാനെ. ഇന്ന് കൈവിട്ടോ പഠിച്ചോനെ. ജീവമാണെങ്കിൽ വിട്ടോളേ. അവിടെ നിൽക്ക കള്ള ഹിമാറ. നമ്മൾ ഇന്ന് പൊരിച്ചുതരാം. ഉസ്മാൻ ഇന്ന് കണക്കിന് കിട്ടും. കാക്കോനും കിട്ടാൻ കാണുമ്പോൾ നല്ല സന്തോഷം. ഉസ്മാനെ തല കാണാൻ പോയാലും നമുക്ക് വേണ്ട. വെല്ലുമേണ് ചിലപ്പോ ബാക്കി നമുക്ക് തരും. എന്നാ വേണമെന്നില്ല. ഉസ്മാനെ ഓടിക്കോ. അവരെ കളിയാക്കണ്ട കേട്ടോ. വല്യമ്മന്ന് പോയിക്കേ. ഞാൻ അവളെ കളിയാക്കും. നിങ്ങളെ വെറുതെ അവനെ കളിയാക്കണ്ട. നിങ്ങൾക്ക് 3 പേർക്കും അവന്റെ അതേ സ്വഭാവം തന്നെയാ. അതന്നെ എല്ലാത്തിനും ഒരേ സ്വഭാവമാണ്. പക്ഷെ ഉസ്മാൻ കുറച്ചേരെന്നുള്ളൂ. വേണ്ട കുട്ടികളൊന്നും പറയണ്ട. പിന്നെ പറയാതെ ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുന്നതേ ഇവിടെ കുഞ്ഞുമത്തൊക്കെ ഉള്ളോണ്ടാ. എന്റെ തനി സ്വഭാവം നിങ്ങൾ പറയണേ വീട്ടിൽ വാ. അമ്മേ ഞാൻ അവനെ കളിയാക്കില്ല. ഈ പാറുവാണേ ഞാനല്ല. പാറു അങ്ങനെ കളിയാക്കിയാണ്ടല്ലേ പാറു. നിന്നെ ഞാൻ വെറുതെ ഇല്ല. നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ച് പറയും. ഈ വല്യമ്മയുടെ കാര്യം ഞങ്ങൾ അവനെ കളിയാക്കുന്നില്ലാന്നേ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. പാത്തുവിനാണ് എന്റെ കൈ ഓങ്ങിയിരിക്കണം കേട്ടോ. ഇങ്ങനെ കാക്കൂനൊരിത് ഉണ്ടാവുമ്പോ ഇങ്ങനെ ചിരിക്ക. എന്ത് സ്വഭാവമാണ് ഇമ്മക്ക്? കാക്കു ഇന്നാക്കി ഒന്ന് പറയണ്ടല്ലേ. കാക്കൂൻ എന്തെങ്കിലും വരുമ്പോ ഞാൻ തിരിച്ചമ്മക്ക് ഭയങ്കര കുറ്റല്ലേ. അമ്മ പണ്ടേ അങ്ങനെ തന്നെയാണേ. മക്ക കാക്കൂനോട് പ്രത്യേക സ്നേഹമാണേ. എവിടെയാണ് വച്ചിരിക്കുന്നതല്ലേ. ഇത് നിങ്ങൾ ആർക്കും കൊടുക്കില്ല കുഞ്ഞുമുത്ത. ഇത് എന്റെ ഭാഷയാ.